فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. സൂറത്തുൽ ബഖറയിലെ 73-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ഫഖുൽന ദ്രിബൂഹു, അവിടെ ഹാഇനെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. കദാലിക യുഹ്യില്ലാഹുൽ മൗതാ വയുരീകും ആയാതിഹി. വയുരീകും സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ് വന്നു. അൽ ഇദ്ഹാറു ഷഫവിയാണ് നിയമം. സുക്കൂനുള്ള മീമിനെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കേണ്ടതാണ്. വയുരീകും ആയാതിഹി. ആയാതിഹി എന്ന വാക്കിന് ശേഷം അല്പം ദീർഘിപ്പിക്കേണ്ടതുണ്ട്, അഥവാ 2 ഖദ്ർ നീട്ടേണ്ടതുണ്ട്. മദ് സില സുഗ്റ എന്നാണ് ഈ ദീർഘത്തിന്റെ പേര്. ഹാഇന് ശേഷം ഒരു ചെറിയ യാ നാം മുസ്ഹഫിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ 2 ഖദ്റാണ് ദീർഘിപ്പിക്കേണ്ടത്, കൂട്ടി വായിക്കുമ്പോൾ മാത്രം. നിർത്തുകയാണെങ്കിൽ വയുരീകും ആയാതി സുക്കൂൻ കൊണ്ടാണ് നിർത്തേണ്ടത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 73-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫഖുൽന ദ്രിബൂഹു ബിബഅളിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗതാ വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു, ഇദ്രിബൂഹു, ഇദ്രിബൂഹു അവനെ അടിക്കുവിൻ, ബിബഅളിഹ അതിന്റെ ചില ഭാഗം കൊണ്ട്, കദാലിക അപ്രകാരം, യുഹ്യി ജീവിപ്പിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മൗത മരണപ്പെട്ടവരെ, വയുരീക്കും നിങ്ങൾക്കവൻ കാണിച്ചു തരികയും ചെയ്യുന്നു, ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളെ, ലഅല്ലക്കും നിങ്ങൾ ആകുവാൻ വേണ്ടി, നിങ്ങൾ ആയേക്കാം, തഅഖിലൂൻ ബുദ്ധി കൊടുക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 73-ാമത്തെ ആയത്തിന്റെ അർത്ഥം, അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അവനെ അതിന്റെ ചില ഭാഗം കൊണ്ട് അടിക്കുവിൻ, അപ്രകാരം അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധി കൊടുത്തു ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസുകളിൽ ചർച്ച ചെയ്തതുപോലെ ഇസ്രായേൽ ജനതയിൽ സംഭവിച്ച ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദി ആരാണെന്നറിയാൻ അവരിൽപ്പെട്ട, അതായത് ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകൾ, അവർ മൂസാ നബി അലൈഹിസ്സലാമിയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ആ കൊലയാളിയെ കുറിച്ച് ചോദിക്കുകയും അതിന് മറുപടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പശുവിനെ അറുക്കുവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിക്കൊണ്ട് കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരം ആ ബനു ഇസ്രായേലിയർ ഒരു പശുവിനെ അറുക്കുകയും പിന്നീട് അല്ലാഹു പറഞ്ഞതുപോലെ ആ അറുത്ത പശുവിന്റെ ചില ഭാഗങ്ങൾ കൊണ്ട് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ മൃതദേഹത്തിൽ അടിക്കാൻ പറഞ്ഞപ്പോൾ അവർ ആ രൂപത്തിൽ അടിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. ഫഖുൽനാ, അപ്പോൾ നാം പറഞ്ഞു, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ്രിബൂഹു ബിബഅളിഹാ, നിങ്ങൾ
അവനെ അതിന്റെ ചില ഭാഗം കൊണ്ട് അടിക്കുവിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ പശുവിന്റെ ചില ഭാഗങ്ങൾ കൊണ്ട്, അതായത് അതിന്റെ ഒരു അംശം കൊണ്ട് ആ കൊല്ലപ്പെട്ട വ്യക്തിയെ അടിച്ചപ്പോൾ ആ മൃതദേഹത്തിന് ജീവൻ തിരിച്ചു വന്നു എന്നാണ്. എന്നിട്ട് ആ കൊലപാതകം നടത്തിയത് ഇന്ന വ്യക്തിയാണ് എന്ന കാര്യം അത് വ്യക്തമായി പറഞ്ഞു കൊടുത്തു എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത്, കദാലിക യുഹ്യില്ലാഹുൽ മൗത വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. അപ്രകാരം അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നാണ്. ഇവിടെ പശുവിന്റെ ഒരു അവയവം കൊണ്ട് ആ കൊല്ലപ്പെട്ടവൻ അടിച്ചപ്പോൾ ആ വ്യക്തി അവിടെ വീണ്ടും ജീവിച്ചുവെന്നും എന്നിട്ട് കൊലയാളിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്നൊക്കെയുള്ള ഈ കാര്യങ്ങൾ, അതൊന്നും നേർക്കുനേരെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നില്ല. എന്നാൽ ഈ ആയത്തിന്റെ മുമ്പും അതുപോലെ ഈ ആയത്തിന്റെ ശേഷവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അത് അറിയപ്പെടുന്ന ഒരു വിഷയമായിക്കൊണ്ട് ഈ പ്രസ്താവനകൾ, അള്ളാഹുവിന്റെ ഈ പ്രസ്താവനകൾ മാറുകയാണ്. മാത്രമല്ല, ലോകത്തുള്ള പ്രാമാണികരായ മുഴുവൻ പണ്ഡിതന്മാരും തഫ്സീറായി പഠിപ്പിക്കുന്ന വളരെ അറിയപ്പെട്ട സംഭവമാണ് ഇതൊക്കെ എന്ന് ഇവിടെ ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സംഭവമൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന വിഷയത്തിലേക്ക്, അതിന്റെ ഗൗരവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് അറിയിച്ചു തന്ന ഓരോ കാര്യങ്ങളും പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നതുപോലെ അല്പം കൂടി സമയമെടുത്തുകൊണ്ട് നമുക്ക് പഠനവിധേയമാക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ശരിയാവണ്ണം മനസ്സിലെത്തി പഠിക്കുവാനും അതിലെ ഓരോ പാഠങ്ങളും യഥാവിധി ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.